ഒരു ദൈവം, ആറ് മുഖങ്ങൾ, ഒരു വേൽ. എന്തുകൊണ്ട് മുരുകനെ ജ്ഞാനത്തിന്റെ ദൈവം എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ട് തൈപ്പൂയം ദിവസം ലക്ഷക്കണക്കിന് ഭക്തർ വേദനയെ പോലും പ്രാർത്ഥനയാക്കുന്നത്? ഇത് മുരുകന്റെ പൂർണ്ണ ചരിത്രമോ പൂർണ്ണ പുരാണ കഥയോ അല്ല. മുരുകൻ എന്ന തത്വം എന്താണ്, തൈപ്പൂയം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിന്റെ ഒരു ലളിതമായ വിശദീകരണം മാത്രമാണ് ഈ വീഡിയോ. മുരുകൻ ഭഗവാൻ ശിവന്റെയും ദേവി പാർവതിയുടെയും പുത്രനാണ്. അദ്ദേഹത്തെ കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ, ഷൺമുഖൻ എന്നിങ്ങനെ പല പേരിൽ വിളിക്കുന്നു. പക്ഷേ മുരുകൻ ഒരു യുദ്ധദൈവമല്ല, അദ്ദേഹം ജ്ഞാനത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വാളിനു പകരം വേലുള്ളത്. ഈ വേൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. മുരുകന് 6 മുഖങ്ങളുണ്ട്. അതിനാലാണ് അദ്ദേഹത്തെ ഷൺമുഖൻ എന്ന് വിളിക്കുന്നത്. ഈ 6 മുഖങ്ങൾ വെറും രൂപകൽപ്പനയല്ല. ഒന്നാമത്തെ മുഖം ധൈര്യം, രണ്ടാമത്തെ മുഖം ജ്ഞാനം, മൂന്നാമത്തേത് കരുണ, നാലാമത്തേത് ആത്മനിയന്ത്രണം, അഞ്ചാമത്തേത് വിജ്ഞാനം, ആറാമത്തെ മുഖം സമത്വത്തെ സൂചിപ്പിക്കുന്നു. അർത്ഥം ഇതാണ്: ഈ ഗുണങ്ങളെല്ലാം മനുഷ്യരിൽ ഒരുമിച്ചുണ്ടാകുമ്പോൾ അവൻ തന്നെ മുരുകനാകുന്നു. മുരുകൻ എങ്ങനെ പഴനിമല കയറി നോക്കാം. ഒരു ദിവസം നാരദമുനി ഭഗവാൻ ശിവനും പാർവതിക്കും ഒരു അത്ഭുത പഴം നൽകി, ജ്ഞാനപ്പഴം. ഈ പഴം അമൃതിന്റെ ശക്തിയുള്ളതാണ്. ഒരൊറ്റ പഴമേ ഉള്ളൂ, അതുകൊണ്ട് ഒരാൾക്കേ കഴിക്കാൻ പറ്റൂ. നാരദൻ ഇത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ തന്നെ ചെയ്തതാണ്. നാരദപ്പണി. ശിവനും പാർവതിയും ചിന്തിച്ചു, 2 മക്കളുണ്ട്, ഗണപതിയും മുരുകനും. ഇതിൽ ആർക്ക് കൊടുക്കണം? അങ്ങനെ ഭഗവാൻ ശിവൻ ഒരു മത്സരം വച്ചു. ലോകം മുഴുവൻ ഒരിക്കൽ ചുറ്റി ആദ്യം ഇവിടെ തിരിച്ചെത്തുന്നതാരോ അവർക്കാണ് ഈ പഴം. മുരുകൻ സന്തോഷവാനായി. എനിക്ക് വാഹനമായി മയിലുണ്ട്. അങ്ങനെ അച്ഛന്റെ വാക്കുകൾ അനുസരിച്ച് തന്റെ വാഹനമായ മയിലിൽ കയറി ലോകം മുഴുവൻ ചുറ്റാൻ പുറപ്പെട്ടു. ഇത് തെറ്റോ അഹങ്കാരമോ അല്ല, ഇത് അനുസരണം മാത്രമാണ്. എന്നാൽ മറുവശത്ത് ഗണപതി ലോകം ചുറ്റാൻ പോയില്ല. അദ്ദേഹം ശിവനെയും പാർവതിയെയും 3 പ്രാവശ്യം ചുറ്റിയ ശേഷം പറഞ്ഞു, നിങ്ങളാണ് എന്റെ ലോകം. അച്ഛനും അമ്മയും തന്നെയാണ് മുഴുവൻ ബ്രഹ്മാണ്ഡം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഭഗവാൻ ശിവൻ പഴം ഗണപതിക്ക് നൽകി. ഇവിടെ നിയമലംഘനമോ ചതിയോ ഇല്ല, മറിച്ച് അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടാണ് വിജയം. എന്നാൽ ലോകം മുഴുവൻ ചുറ്റി തിരിച്ചു വന്ന മുരുകൻ ഇത് കണ്ടപ്പോൾ കോപം വന്നു. ഇത് നീതിയല്ല, എന്നോട് അന്യായം ചെയ്തു. അങ്ങനെ പിണങ്ങി മുരുകൻ പഴനിമലയിൽ പോയി. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ കോപം സാധാരണ കോപമല്ല, അത് ലോകത്തെ ഉപേക്ഷിച്ച് ജ്ഞാനം നേടാനുള്ള വൈരാഗ്യമായിരുന്നു. അങ്ങനെയാണ് ഗണപതി ബുദ്ധിയുടെയും മുരുകൻ ശരിതെറ്റ് തിരിച്ചറിഞ്ഞുള്ള ജ്ഞാനത്തിന്റെയും വഴിയായി കണക്കാക്കപ്പെടുന്നത്. തൈപ്പൂയം എങ്ങനെ വന്നു എന്ന് നോക്കാം. തൈപ്പൂയം തമിഴ് മാസമായ തൈയിൽ പൂയം നക്ഷത്രത്തിൽ വരുന്ന ദിവസമാണ്. ഈ ദിവസമാണ് പാർവതി ദേവി മുരുകന് വേൽ നൽകിയത്. സൂരപത്മൻ എന്ന അസുരനെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. പക്ഷെ സൂരപത്മൻ വെറും ഒരു അസുരനല്ല, അവൻ അഹങ്കാരത്തിന്റെയും അജ്ഞാനത്തിന്റെയും പ്രതീകമാണ്. തൈപ്പൂയം നന്മ അധർമ്മത്തെ ജയിപ്പിക്കുന്ന ദിനമാണ്. ഇവിടെ സൂരപത്മൻ നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ അജ്ഞാനത്തെയും നെഗറ്റീവ് ചിന്തകളെയും സൂചിപ്പിക്കുന്നു. അവയെ നശിപ്പിക്കുന്ന ദിനമാണ് തൈപ്പൂയം. ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്: എന്തിനാണ് ശരീരത്തിൽ വേൽ കുത്തുന്നത്? കാരണം ഇത് വേദനയല്ല, സമർപ്പണമാണ്. ഉപവാസം, ബ്രഹ്മചര്യം, ധ്യാനം, അങ്ങനെ ശരീരം ശുദ്ധമാക്കുമ്പോൾ മനസ്സും ശാന്തമാകുന്നു. വേദനയിലൂടെ പറയുന്നത് ഒരേ ഒരു പ്രാർത്ഥനയാണ്: എന്റെ അഹങ്കാരം നീക്കം ചെയ്യണേ മുരുക. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സ്ട്രെസ്സിന്റെയും ഈഗോയുടെയും എന്തൊക്കെയോ നേടാനുള്ള ഓട്ടത്തിന്റെയും ലോകത്താണ്. തൈപ്പൂയം നമ്മളോട് പറയുന്നത് ഇതാണ്: കുറച്ചു സമയം നിൽക്കൂ, നമ്മുടെ ഉള്ളിലേക്ക് സ്വയം നോക്കുക, അഹങ്കാരം താഴെ വയ്ക്കുക, ജ്ഞാനം നേടൂ, മുരുകനെ കാണാനാകും. മുരുകൻ ഒരു വിശ്വാസമല്ല, അതൊരു അനുഭവമാണ്. Hi.